എല്ലാവർക്കും നമസ്കാരം. നോ ഇൻ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ബുക്ക് ഓഫ് ജോയൽ. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ജോയൽ പ്രവാചകൻ തന്നെയാണ്, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. ഇനി ഇതിന് 3 ചാപ്റ്ററാണ് ഉള്ളത്. ആകെ 3 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ മാറിപ്പോകരുത്, ഇത് യോവേൽ പ്രവാചകൻ. പിന്നെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇതും പഴയ നിയമം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു യോബേൽ സംവത്സരം എന്ന് കാണുമല്ലേ, അത് ഇയർ ഓഫ് ജൂബിലി എന്ന് വെച്ചാൽ ഒരു 50 വർഷത്തെ ജൂബിലി, അതിനെക്കുറിച്ചൊക്കെ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് യോബേൽ എന്താ പറയുക സംവത്സരം. അത് വേറെ, ഇത് വേറെയാണ് കേട്ടോ. ഇത് യോബേൽ പ്രവാചകൻ അല്ലെങ്കിൽ ജോയൽ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദ ഭയങ്കരമായിട്ട് കഷ്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ ദൈവത്തിൽ നിന്നും വിട്ട് ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക വചനങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവത്തെ ഉപേക്ഷിച്ച് അവർ അവരുടേതായ തോന്നിവാസങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തങ്ങളിൽ തന്നെ ആശ്രയിച്ച് തങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് അവർക്ക് വന്നിരിക്കുന്ന ഞെരുക്കം എന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. അവരുടെ എന്താ പറയുക, അവർ വിതയ്ക്കുന്നുണ്ട്, പക്ഷേ കൊയ്യുവാനായിട്ട് ചെല്ലുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ എന്താ പറയുക, വെട്ടുക്കിളിയും പച്ചപ്പുഴുവും ഒക്കെ ഇതെല്ലാം തിന്നുകൊണ്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ എന്താണ് ഭൗതിക നന്മകളും ആത്മീയ നന്മകളും മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നന്മ മാത്രമല്ല, ആത്മീയ ഭൗതിക നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തി വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഇത് എങ്ങനെ കയറി വന്നതാ? ഇത് കയറി വന്നത് ഇവർ ദൈവത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് മറ്റെന്തിനെയൊക്കെ ആശ്രയിക്കുവാൻ ഇവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അവസ്ഥകളിലൂടെയൊക്കെ അവർ കടന്നു പോകേണ്ടി വന്നത്. അപ്പോൾ അവരോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ കരച്ചിലോടും ഉപവാസത്തോടും കൂടെ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാനാണ് പറയുന്നത്. എന്നിട്ട് പറയുക, ദൈവം ആരാണ്? ദൈവം കരുണയുള്ള ദൈവമാണ്, അവിടുന്ന് മഹാദയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. പിന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ അവർ ഉപവസിക്കുമ്പോൾ അവർ എന്താ പറയുക, അതിന് പ്രത്യേക വസ്ത്രങ്ങളുണ്ട്. എന്താ പറയുക, രട്ടിലും വെണ്ണീരിലും ഒക്കെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഉപവസിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം. അതാണ് മോർദെഖായിയുടെ കാര്യമൊക്കെ നമ്മൾക്ക് നോക്കുമ്പോൾ അറിയാം അല്ലേ. എസ്തർ എന്താണ് വേറെ വസ്ത്രമൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ ഹൃദയങ്ങളെ കീറുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുറമേ ഉള്ളതിനെ കഴിഞ്ഞ് വിഷയം വന്നിരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് വിഷയങ്ങൾ വന്നപ്പോഴാണ് അത് പുറത്തോട്ട് ഒഴുകുവാനായിട്ട് തുടങ്ങുന്നത്. അത് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലേ, നിങ്ങളുടെ എന്താ പറയുക, ഉള്ളിൽ നിന്ന് വരുന്നതാ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അല്ലാതെ പുറമേ നിന്നുള്ളതൊന്നും അല്ല എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ മാനസാന്തരത്തോടെ മടങ്ങി വന്നും ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഏതിലാണ് ഞങ്ങൾക്ക് തെറ്റിയതെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞും മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം അവരെ സ്വീകരിക്കുമെന്ന് വെച്ചാൽ ദൈവം കരുണയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ എന്താണ് ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് മാറി രോഗങ്ങളായിട്ടും ദാരിദ്ര്യമായിട്ടും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടും സമാധാനമില്ലാത്ത സിറ്റുവേഷനായിട്ടും കുടുംബബന്ധങ്ങളുടെ തകർച്ച, മക്കളുടെ ഒരു അനുസരണമില്ലായ്മ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഓർക്കുക, ഇത് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് കടന്നു വന്നത് എങ്ങനെ? ചുമ്മാ ഇത് കടന്നു വരത്തില്ല. ഇതെങ്ങനെയാണ് കടന്നു വന്നത്? നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് അകലം വന്നുപോയി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ട് മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കഴിഞ്ഞ് മറ്റെന്തിനെയൊക്കെ ആശ്രയിക്കുവാനായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് എന്നും നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. എങ്ങനെ മടങ്ങി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉപവാസത്തോടും കരച്ചിലോടും പൂർണ്ണ ഹൃദയത്തോടും. എന്ന് വെച്ചാൽ ഹൃദയങ്ങളെ തന്നെ കീറി നമ്മളുടെ തെറ്റുകൾ അംഗീകരിച്ച്, കർത്താവ് ഇന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ പറ്റി എന്ന് പറഞ്ഞും അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മളൊരു കരച്ചിലോടും ഉപവാസത്തോടും കൂടെ മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കുമെന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ചുമ്മാ കരുണ കാണിക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുകയാണ്, എന്താ? ആദ്യം ദൈവം
പറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് അറിയാം. ഒന്നാമത്തെ അനുഗ്രഹം, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്ന് കളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നുപോയോ, എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചോ, അതിൻ്റെ എല്ലാം ഇരട്ടി അനുഗ്രഹം ദൈവം നമ്മൾക്ക് മടക്കി തരുമെന്ന്. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ദൈവം നമ്മൾക്ക് മടക്കി തരുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അതെന്താണ്? ഭൗതിക നന്മകൾ എന്ന് വെച്ചാൽ എല്ലാം ഒരു റിസ്റ്റോറേഷൻ അല്ലേ. എല്ലാം ദൈവം നമ്മൾക്ക് പുനർക്രമീകരിച്ച് തരുവാനായിട്ട് ഇടയാകും. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, നമ്മളുടെ ആത്മീയ ജീവിതമാണെങ്കിൽ ആത്മീയ ജീവിതം, പിന്നെ എന്താണ് നമ്മളുടെ സമ്പത്ത് എന്ന് വേണ്ട സകല വിഷയങ്ങളിലും ദൈവം നമ്മൾക്ക് അതെല്ലാം മടക്കി തരുവാനായിട്ട് ഇടയാകും. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിൻ്റെ എല്ലാം ഇരട്ടി ദൈവം നമ്മൾക്ക് മടക്കി തരുവാനായിട്ട് ഇടയാകും. ഇനി രണ്ടാമത്തത് പറയുക. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തതിനകത്ത് പറയുകയാണ്, ഇതെല്ലാം മടക്കി തന്നതിന് ശേഷം എന്താണ്? നമ്മളെ സന്തോഷിപ്പിക്കും. സന്തോഷിപ്പിച്ചിട്ട് പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളുടെ മേൽ പകരും. ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ പ്രവചിക്കുമെന്നും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്നതിന് ശേഷം ദൈവം എന്ത് ചെയ്യും? അങ്ങയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അങ്ങ് നിറയ്ക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളുടെ മേൽ ദൈവം അങ്ങ് പകരും. കൃപകളും കൃപാവരങ്ങളും ഒക്കെ ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ അനുഗ്രഹം നമ്മളെ ദുഃഖിപ്പിച്ച അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് ശരിയാ. പക്ഷേ ആ സമയത്ത് നമ്മൾക്കെതിരെ വന്ന ശത്രു ഉണ്ടല്ലോ, അത് വ്യക്തിയാണെങ്കിലും ശക്തിയാണെങ്കിലും അതിനെയെല്ലാം ദൈവം ന്യായം വിധിക്കും. അതിനോടുള്ള ഒരു പ്രതികാരം ദൈവം ചെയ്തിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ അവസാനം ദൈവത്തിൻ്റെ ഒരു അവസാന ന്യായവിധി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന് ഒരു ന്യായവിധി, ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ 100 പരാതി അവരോടും ഇവരോടും പറയാൻ പോയിട്ടോ, അല്ലെങ്കിൽ കുറേ പേരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ നമ്മൾ പറയണം. അത് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരുടെയൊക്കെ പ്രാർത്ഥന നമ്മൾക്ക് അനുഗ്രഹം തന്നെയാണ്. അത് ഇതിനെല്ലാം അപ്പുറമായിട്ട് വേറൊരാളിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കഴിഞ്ഞും അപ്പുറമായിട്ട് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വെറും പ്രാർത്ഥന മാത്രം പോരാ, നമ്മളുടെ വിഷയങ്ങൾ എത്രമാത്രം സീരിയസ് ആണോ അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അല്ലെങ്കിൽ നമ്മളുടെ ടെൻഷൻസ്, നമ്മുടെ നഷ്ടങ്ങൾ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ മുൻപിൽ കരയണം? കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ കരയുവാനായിട്ട് തയ്യാറാകുക. അങ്ങനെ കരഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും. ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും, കൃപകളും കൃപാവരങ്ങളും പകരും. പിന്നെ നമ്മൾക്കെതിരെ നിന്നവരോടെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രതികാരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഓർക്കുക, ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവത്തോടടുത്ത് ചെല്ലുന്നവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനിയും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറേ പേര് ചോദിക്കും, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? എനിക്ക് ഉപവാസത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരു 2-3 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഈ ഹാഫ് ഉപവാസം കഴിഞ്ഞുമൊക്കെ ഫുൾ ഉപവാസത്തിലാണ് എനിക്ക് എപ്പോഴും വിടുതലുകൾ കിട്ടാറ്. എൻ്റെ വലിയ വലിയ വിഷയങ്ങൾക്കൊക്കെ എനിക്ക് വിടുതൽ കിട്ടാറുള്ളത് ഈ വലിയ എന്താ പറയുക ഫുൾ ഉപവാസമാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസമാണെങ്കിൽ അത് ഫുൾ ഉപവസിക്കുക, വചനപ്രകാരം അങ്ങ് ഉപവസിക്കുക. 3 ദിവസമാണെങ്കിൽ അത് ഫുൾ ഉപവസിക്കുക. നമ്മൾ ഇനി 7 ആണെങ്കിൽ അത് ഫുള്ള്, 21 ആണെങ്കിൽ ഫുള്ള്, ഇനി 40 ഉപവസിക്കാനുള്ള അനുഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ 40 അത് ഫുള്ള് ഇരിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് എന്താണ്, നമ്മൾക്കൊരു നല്ലൊരു അനുഗ്രഹത്തിലോട്ട്, നല്ലൊരു വിടുതലിലോട്ട് നമ്മൾ എത്തുന്നത്. കാരണം നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാണോ അതിനനുസരിച്ച് നമ്മുടെ ഉപവാസവും അതുപോലെ തന്നെ ആയിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിലർ ചോദിക്കും, അയ്യോ എനിക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുൾ ഉപവസിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു നേരമെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് കിലുകില വിറയ്ക്കും, ഇങ്ങനെയൊക്കെ പറയും. ഓർക്കുക, ഈ ഉപവാസം എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി നമ്മൾക്ക് ആരാ തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. വേറെ ഒരു മനുഷ്യനും തന്നാലൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചുമ്മാ ഉപവാസമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാലൊന്നും നമ്മൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ആദ്യം എന്ത് ചെയ്യണം? ദൈവമേ, ഇത്രയും ദിവസം ഞാനൊന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് ചോദിച്ച ഡേറ്റുകളൊക്കെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ദൈവമേ, എനിക്ക് ഇത്രയും ദിവസം ഉപവസിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് തരികയാണ്, അങ്ങ് കൃപ തരുവാണെങ്കിൽ ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളുന്നേ. ഓർക്ക്
ഉപവസിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. പറ്റുന്നിടത്തോളം നമ്മൾ സമയം എടുത്ത് പ്രാർത്ഥിച്ചോണം. ഇപ്പോൾ ജോലിക്ക് പോവുകയും സ്കൂളിൽ പോവുകയും പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചോണം. പിന്നെ വൈകുന്നേരം പ്രാർത്ഥിച്ചോണം. ഉച്ചയ്ക്ക് നമ്മൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ പ്രാർത്ഥിച്ചോണം. എത്രയും നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ടൈം കിട്ടുന്നു അത്രയും നമ്മൾ പ്രാർത്ഥിച്ചോണം. എന്തായാലും ഉപവാസം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുക എന്ന് മാത്രമല്ല, പ്രാർത്ഥനയാണ് അല്ലേ, പ്രാർത്ഥന. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അപ്പോൾ ദൈവം കൃപ തരുമെന്ന് വെച്ചാൽ നമ്മൾ BP ഉണ്ടെന്നോ ഷുഗർ ഉണ്ടെന്നോ എന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ കവർ ചെയ്യുന്നൊരു അഭിഷേകം ദൈവം നമ്മളുടെ മേൽ തരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് BP ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കണ്ട. അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, ഗുളിക എടുക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉപവസിച്ചോളൂ. ഒരു വേണമെങ്കിൽ ഒരു ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് ഗുളികയൊക്കെ കഴിച്ച് ഒന്നും പറ്റത്തില്ലെന്നേ, ദൈവം നോക്കിക്കോളും. ദൈവം അതിനകത്ത് നമ്മളെ കരുതിക്കോളും. കാരണം നമ്മൾ ഇരിക്കുന്നത് ആരുടെ മുൻപിലാണ്? നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത്? ഉപവാസം നമ്മൾ ദൈവത്തോട് അടുക്കുവാനായിരിക്കുന്നത് അല്ലേ. അപ്പോൾ തന്നോട് അടുത്ത് വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം. ആ ദൈവം നമ്മളോട് കരുണയും മഹാദയയുമുള്ള ദൈവമാണ്. അതുകൊണ്ട് ഉപവസിച്ചതിൻ്റെ പേരിൽ നമ്മൾക്ക് ഒരു ദോഷവും വരത്തില്ല കേട്ടോ. അതെൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ വിശ്വാസത്തിലൊക്കെ വന്ന സമയത്ത് ഞാനിങ്ങനെ പിന്നെ ഒരു തീരുമാനമൊക്കെ എടുത്ത്, കുറേ ഉപവസിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തപ്പം ഇങ്ങനെ ഒരു ദേവദാസൻ്റെ ഒരു കാര്യം ഇങ്ങനെ ഞാൻ കേട്ടു. ആ പുള്ളി ഒത്തിരി ഉപവസിക്കും. അപ്പോൾ അവസാന ഘട്ടത്തിൽ ആ പുള്ളി ഇങ്ങനെ ഒരു രോഗിയായി കിടക്കുന്നതായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹം കുറേ ഉപവസിക്കും, അങ്ങനെ രോഗിയായതാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അപ്പോൾ ഞാനും രോഗിയാകുമോ എന്ന് ചോദിച്ചു. പക്ഷേ ദൈവം അന്ന് എന്നോട് ഒരു ആൻറ്റിയിലൂടെ, ഒരു പ്രവാചകയായിട്ടുള്ള ആൻറ്റിയിലൂടെ പറഞ്ഞൊരു ആലോചനയുണ്ട്. ഇനി ഒരു ദിവസം പോലും തന്നെ ഞാൻ രോഗിയാക്കി കിടത്തത്തില്ല എന്നും ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അത് ഇന്നുവരെ ദൈവം പാലിച്ചു കിട്ടും. എന്ന് വെച്ചാൽ രോഗിയാക്കി എന്നെ കിടത്തിട്ടില്ല, ഞാൻ കിടക്കപ്പായിലായി പോയിട്ടില്ല. പനി വരും, ജലദോഷം വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞാലും എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ആരോഗ്യത്തോടെയാണ് എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അല്ലാത്തതൊന്നും ദൈവം തന്നിട്ടില്ല. കാരണം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയായി. ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഞാൻ പറഞ്ഞത് ദൈവം നമ്മൾ ഉപവസിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ ഒരിക്കലും ദൈവം പിശാചിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ്റെ ഒരു ആഗ്രഹത്തിന് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ആ ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. നമ്മളോട് കരുണയും മഹാദയയുമുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ ചുറ്റിക്കെട്ട് വിഷയങ്ങൾക്കകത്ത് കിടക്കുകയാണ്, രോഗങ്ങളിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ്, കടഭാരങ്ങളിൽ കിടക്കുകയാണ്, വിഷയങ്ങളിൽ കിടക്കുകയാണ്, നമ്മൾ കയ്യും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഫുൾ ഉപവസിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ 7, 21, 40 ഒക്കെ അങ്ങ് ഉപവസിക്കുക. നമ്മളുടെ വിഷയം എത്രത്തോളം കഠിനമാണോ അത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ നമ്മളൊരു തീരുമാനമെടുക്കുക. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മതി. ദൈവമേ, എനിക്ക് ഇത്രയും ദിവസം ഉപവസിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങ് എനിക്ക് അതിനുള്ളൊരു കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ കൃപ തരുന്നതിനനുസരിച്ച് ഉപവസിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും തയ്യാറായി കഴിഞ്ഞാൽ ഏത് വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും കേട്ടോ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എല്ലാവരും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കരച്ചിലോടും ഇരിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മുടെ ദൈവം മാത്രമല്ല, നമ്മളുടെ പിതാവും കൂടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുക. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയാണ്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക്. ദൈവം അതിന് നമ്മൾക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. ഇത് ഞാൻ മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ടിട്ട് പറയുന്നില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എത്ര തീയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഇട്ട് കയ്യും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പെട്ടെന്ന് ഉപവസിക്കുവാൻ ഞാൻ മുട്ടുമടക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ എന്ത് പെട്ടെന്നാണെന്നറിയാം, ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മൾക്ക് ഭയങ്കര റിലീഫ് തരും, നമ്മൾക്ക് മോചനം തരും. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ വിടുതലും ജയവും ഒക്കെ ദൈവം നമ്മൾക്ക് തരുവാനായിട്ടിടയാകും. അതുകൊണ്ട് നമ്മളുടെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ചുമ്മാ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ആ ദൈവം എന്നും ജീവിക്കുന്ന ദൈവമാണ്. സകലത്തെ ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ്. അത് നമ്മൾ മറക്കണ്ട. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.